അപ്പോൾ ഇതാ ഇഡ്ഡലിക്കുള്ള മാവ് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. പച്ചരി, ഉഴുന്ന്, ചോറ് എല്ലാം കൂടെ മിക്സ് ചെയ്ത് അരച്ച് വെച്ചിട്ടുള്ളതാണ്. ഇന്നലെ രാത്രി ഞാൻ അരച്ച് വെച്ച മാവായിട്ട് നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട് കേട്ടോ മാവ്. അപ്പോൾ അതിൽ ഞാനൊരു ഇത്തിരി ബേക്കിംഗ് സോഡ, അതായത് അപ്പക്കാരല്ലേ, നമ്മളൊരിത്തിരി ഇടുന്നുണ്ട് കേട്ടോ സോഡാപ്പൊടി, നുള്ള്. അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്, ഒന്നും കൂടെ ഇളക്കിയെടുത്തു. ഞാൻ ഇതാ ഇഡ്ഡലി തട്ടിൽ എണ്ണ പുരട്ടിക്കൊണ്ടിരിക്കുക കേട്ടോ, വെളിച്ചെണ്ണ ഇത്തിരി. അപ്പോൾ എന്താ പറയുക, ഇപ്പം നമ്മൾ ഇഡ്ഡലി ചെമ്പിൽ വെള്ളം വെച്ചിട്ടുണ്ട്, ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തട്ടിറക്കി വെച്ചു. ഇനി മാവ് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇത്തിരി മാവ് ഒഴിച്ചെടുക്കണം കേട്ടോ, കാരണം വല്ലാണ്ട് കട്ടിയിൽ ഉണ്ടാക്കണില്ല, അതായത് കട്ടിച്ച വലിപ്പത്തിൽ ഉണ്ടാക്കില്ല, ചെറുതായിട്ട് ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ ഇതാ മാവൊക്കെ ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം. പാത്രം അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കേട്ടോ, 8 മിനിറ്റ് മതി ശരിക്കും ഇഡ്ഡലി വേവാൻ. ഞാൻ നല്ല ഏകദേശം 10 മിനിറ്റ് റെഡിയാക്കും കേട്ടോ. അപ്പോൾ അത് 10 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇഡ്ഡലി തട്ട് എടുത്ത് പുറത്ത് വയ്ക്കാം കേട്ടോ. അപ്പോൾ എടുത്ത് വെച്ചിട്ട് ഇത്തിരി പച്ചവെള്ളം എടുക്കുക, നല്ല ശുദ്ധമായിട്ടുള്ള പച്ചവെള്ളം ഒന്ന് മുകളിലൊന്ന് തളിച്ചു കൊടുക്കുക കേട്ടോ, ഒന്ന് കുടഞ്ഞ് കൊടുക്കുക. ഇപ്പം എന്നിട്ട് എന്ത് ചെയ്യുക, ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞാൽ ഒന്ന് തണുത്തതിന് ശേഷം എടുത്തിട്ട് ഇഡ്ഡലി നമുക്ക് ചൂടാറാത്തൊരു പാത്രത്തിലോ എടുത്ത് സൂക്ഷിച്ച് വയ്ക്കുക. നല്ല സോഫ്റ്റായിട്ട് ഇഡ്ഡലി കണ്ടോ, ഞെക്കുമ്പോഴേ നല്ല സോഫ്റ്റ് ഇഡ്ഡലിയാണ്. അപ്പോൾ ഞാൻ ഇന്നൊരു തട്ടിക്കൂട്ട് ചമ്മന്തി കൂടെ ആയിട്ട് ഇഡ്ഡലി കഴിക്കാനായിട്ട് ഉണ്ടാക്കിയത്. അത് തേങ്ങയും പച്ചമുളകും ചുവന്നുള്ളി ഇഞ്ചി ഉപ്പ് എടുത്തിട്ടുണ്ട്, നന്നായിട്ട് അരച്ചെടുത്തു. ചട്ടി വെച്ചു, ഇത്തിരി എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കടുക് ഇട്ട് കൊടുക്കുക നമുക്ക്. ഇപ്പോൾ കടുക്, വറ്റൽ മുളക്, കറിവേപ്പില ഒന്ന് ചൂടായി വന്നപ്പോൾ തേങ്ങയും കൂടെ മിക്സ് ചെയ്ത് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഒന്ന് ചൂടായാൽ മതി കേട്ടോ, ശരിക്കും തിളയ്ക്കണമെന്നൊന്നുമില്ല, ഒന്ന് ശരിക്കും